മുത്തങ്ങ വെടിവെപ്പ് കേസിലെ സുപ്രധാനമായ കോടതി വിധി വന്നിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. 35 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. പോലീസുകാരൻ കൊല്ലപ്പെട്ട ആ കേസാണ് മുത്തങ്ങ വെടിവെപ്പ്. നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം കൂടി അറിയേണ്ടതുണ്ട്. മുത്തങ്ങ വെടിവെപ്പ് എന്നുള്ളത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇനിയും വരുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും പുസ്തകത്തിൽ പോലും ഇടം നേടാൻ പാകത്തിന് ഉള്ള ഒരു ചരിത്ര സംഭവമായി അത് മാറിയിരിക്കുന്നു. 23 വർഷം മുമ്പ് വനവാസി വിഭാഗത്തിൻ്റെ അവരുടെ പേരിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു ഈ മുത്തങ്ങ കലാപം അല്ലെങ്കിൽ മുത്തങ്ങ വെടിവെപ്പിന് ഇടയാക്കിയ സംഭവം. അതിൻ്റെ ചരിത്ര വഴിയിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കേരള ചരിത്രത്തിൻ്റെ കൂടി ഭാഗമായി, ആധുനിക ചരിത്രത്തിൻ്റെ കൂടി ഭാഗമായി മാറിയ ഒരു സംഭവമാണ് മുത്തങ്ങ വെടിവെപ്പ് സംഭവം. അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് വിശദീകരിക്കാമോ ഗൗതം അനന്തനാരായണൻ? വിനോദേ, കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സംഭവമാണ് മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി മാസം 19 അതിരൂക്ഷമായ സംഘർഷം എന്നത്. ഈ സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം. കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്ന 1957 EMS സർക്കാർ മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ സർക്കാരുകളും വനവാസി വിഭാഗങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വനമേഖലകളിൽ നിന്ന് പല കാരണങ്ങളാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വനവാസികൾക്ക് ഭൂമി തിരിച്ചു നൽകും എന്ന പ്രഖ്യാപനം ഇടത് വലത് സർക്കാരുകൾ കാലാകാലങ്ങളായി നൽകിയെങ്കിലും വനവാസി സമൂഹത്തോട് കൊടിയ വഞ്ചന കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിൻ്റെ ഭാഗമായി പിന്നീട് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറിയ സംഭവമാണ് 2003 വന്യജീവി സങ്കേതമായ വയനാട്ടിലെ മുത്തങ്ങയിൽ അരങ്ങേറിയ സംഘർഷം എന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട വനവാസികൾക്ക് ഭൂമി തിരികെ നൽകും എന്ന പ്രഖ്യാപനങ്ങൾ കേവലം പ്രഖ്യാപനം മാത്രമായി. മാറി മാറി മുന്നണികൾ വന്നുവെങ്കിലും ഒരു ഭരണകൂടവും അതിന് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് 2001 സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, വനവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതൃത്വമാണ് CK ജാനുവും ഗീതാനന്ദനും ഒക്കെ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 2001 കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആദിവാസി ഗോത്ര മഹാസഭ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. പിന്നീട് ഈ സമരം കുടിൽ കെട്ടി സമരം അനിശ്ചിതകാലം നീണ്ടുപോകുമ്പോൾ നമുക്കറിയാം, ആ കാലഘട്ടം AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്. അന്ന് സർക്കാർ ഈ ആദിവാസി ഗോത്ര മഹാസഭയുമായുള്ള ചർച്ചയിൽ നൽകിയ ഒരു വാഗ്ദാനം എന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട വനവാസി കുടുംബങ്ങൾക്ക്, ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നൽകിയിരുന്നു. അങ്ങനെയാണ് 2001 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഈ കുടിൽ കെട്ടിയുള്ള അനിശ്ചിതകാല സമരം ആദിവാസി ഗോത്ര മഹാസഭ അവസാനിപ്പിച്ചത്. പക്ഷേ 2003 ആകുമ്പോഴും ഈ 2001 നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ AK ആന്റണി സർക്കാർ, UDF സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ വയനാട്ടിലെ വന്യജീവി സങ്കേതമായിട്ടുള്ള മുത്തങ്ങയിലേക്ക് വനവാസി സമൂഹം എരച്ചെത്തുകയും അവിടെ കുടിലുകളും മറ്റും കെട്ടിക്കൊണ്ടുള്ള താൽക്കാലിക സമരം ആരംഭിച്ചു. ഇതാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെ 2003 തുടങ്ങിയ സമരത്തിൽ സമരക്കാരെ ഒഴിപ്പിക്കുവാനായി വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും എത്തിയതോടുകൂടി മുത്തങ്ങയിൽ വലിയ വെടിവെപ്പും സംഘർഷങ്ങളും ഉണ്ടാവുകയായിരുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ. അതിലൊന്ന് ഈ വിനോദ് എന്ന കേരള ആംഡ് പോലീസിലെ 4ാം ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനോദാണ് കൊല്ലപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതിക്രൂരമായി അദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഒരു കുടിലിനകത്തേക്ക് കൊണ്ടുപോയി വെട്ടിയും കുത്തിയും വിനോദിനെ പരിക്കേൽപ്പിച്ചുവെന്നും പിന്നീട് അതിദാരുണമായ മരണത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിധേയനാക്കപ്പെട്ടുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു വനവാസി യുവാവായിട്ടുള്ള ജോഗി കൊല്ലപ്പെട്ടിരുന്നു. വനവാസി സമൂഹം പറയുന്നത് ജോഗി മാത്രമല്ല, ഈ പോലീസിന്റെ വെടിവെപ്പിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കൊല്ലപ്പെട്ടവരുടെ എല്ലാം ശരീരം ഉൾപ്പെടെ മറവ് ചെയ്തുകൊണ്ട് ആ കണക്കുകൾ പോലും പുറത്തുവിടാൻ AK ആന്റണിയുടെ ഭരണകൂടം തയ്യാറായില്ല എന്ന വിമർശനമാണ് ഗോത്ര മഹാസഭയും അല്ലെങ്കിൽ വനവാസി സംഘടനകളും ആദിവാസി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളും ഒക്കെ പറയുന്നത്. അങ്ങനെ AK ആന്റണിയുടെ ഭരണകൂടത്തിന് വലിയ കളങ്കമായി മാറിയ ഒരു സംഭവമായിരുന്നു മുത്തങ്ങയിൽ നടന്ന പോലീസ് വെടിവെപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം UDFന് ഉണ്ടാവുകയും അന്ന് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനൊക്കെ ഒരു കാരണമായി മുത്തങ്ങയിലെ പോലീസ് വെടിവെപ്പ് മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാറാട് 1-2 കലാപങ്ങൾക്ക് പിന്നാലെയാണ് പിന്നീട് ഈ മുത്തങ്ങയിലെ പോലീസ് വെടിവെപ്പ് ഉണ്ടായത്. അപ്പോൾ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് പോലും ഒരു
കാരണമായി പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സംഭവമാണ് മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി 19 ഉണ്ടായ വെടിവെപ്പ്. ആ നിർണായകമായ കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. വിനോദ്, അതെ, 2003 നടന്ന മുത്തങ്ങ കലാപത്തിന്റെ അതിന്റെ കോടതിയിലെത്തിയ കേസാണ് ഇപ്പോൾ അത് ഉത്തരവ് വന്നിട്ടുള്ളത്. മുഴുവൻ പ്രതികളെയും പുറത്തു വിട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.